ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. സാലി സാറാണ്. വെൽക്കം ടു 5K ഫാമിലി. മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ബയോളജിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ഇതൊക്കെ പറഞ്ഞ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1ന്റെ അപ്പുറത്ത് പാർട്ട് 1 നമ്മൾ ഇട്ടതാണ്, പക്ഷെ ബേസിക് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ബേസിക് ആയ കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ? നിങ്ങൾ കംപ്ലീറ്റ് കേൾക്കണം, എന്നാൽ ഈ ചാപ്റ്റർ മനസ്സിലാവുള്ളൂ. നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കണം. നമ്മൾ അത് എങ്ങനെ പഠിച്ചില്ല, നമ്മൾ ഓരോ സബ്ജക്റ്റും ഓരോ ചാപ്റ്റർ നമ്മൾ എങ്ങനെ പഠിക്കുന്നത്, ബേസിക് മനസ്സിലാക്കി കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് ബൈ ഹാർട്ട് ചെയ്യാതെ മനസ്സിലാക്കി പഠിക്കാണല്ലോ. അതേ രീതിയിലാണ് ഈ ചാപ്റ്റർ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ സെറ്റ് ആണല്ലോ? നിങ്ങൾ ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവന്റെ ജനിതകം അല്ലെങ്കിൽ ജെനറ്റിക്സ് ഓഫ് ലൈഫ് ഈ ചാപ്റ്റർ നമ്മൾ ഇത് കാര്യമായിട്ട് എടുക്കണമെന്നില്ല, പക്ഷെ ചാപ്റ്റർ മനസ്സിലാക്കാനുള്ള പക്കാ ബേസിക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് കൂടെ കംപ്ലീറ്റ് കേൾക്കാം. നിങ്ങൾ റെഡി അല്ലേ? കംപ്ലീറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കാണാതെ പഠിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേ ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റില്ല, എല്ലാ ക്വസ്റ്റിനും ചെയ്യാനില്ല, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കൂല. നിങ്ങൾ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നോക്കിക്കോളൂ. ഇവിടെ ഞാൻ ഇതാ ഒരാള് അല്ലെ, ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഒരു വീടിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ചെറിയ എന്തിനാ വെച്ചിട്ടുള്ളത്? അതായത് ഇപ്പൊ നമ്മൾ കെമിസ്ട്രിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത്, നമ്മൾ പറയും ആറ്റം കൊണ്ടാണ്. അതേപോലെ ഞാൻ ബയോളജിയിൽ ചോദിക്കണം, നമ്മൾ എങ്ങനെ ഉണ്ടാക്കി, നമ്മൾ എങ്ങനെ ഈ രൂപത്തിലായത് അല്ലേ? ആ ചോദ്യത്തിന് ഉത്തരമാണ് എന്ത് ചെയ്യണത്, ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നമ്മൾ എങ്ങനെ ആയത്, അല്ലെങ്കിൽ ഈ ഒരു വീട് എങ്ങനെ ഉണ്ടാകുന്നത് നമുക്കറിയാം അല്ലേ? സർ ഫസ്റ്റ് തറടും, പിന്നെന്ത് ചെയ്യും, പണിക്കാർ വരും, അതിന്റെ ബ്ലോക്ക് വെക്കും, കല്ല് വെക്കും, വാർക്കും, ഇതൊക്കെ നമ്മൾ പറയും അല്ലേ? അതേപോലെ മനുഷ്യൻ എങ്ങനെ ആയി നമ്മൾ നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല, നമുക്ക് കഴിയണമെന്നില്ല. അപ്പൊ ഈ വീടുണ്ടായത് എങ്ങനെയാണോ അതേപോലെയാണ് മനുഷ്യൻ ഉണ്ടായത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പോവാണ്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ. അപ്പോ നമ്മൾ പറയാറുണ്ട്, നമ്മൾ മുടിയുടെ കളറിലെ നമ്മളെ തൊലിയുടെ കളർ, സ്കിന്നിന്റെ കളർ, ഇതൊക്കെ എങ്ങനെ ആയത്, ആരാ തീരുമാനിച്ചത് ഇങ്ങനെ ആവണമെന്നുള്ളത്, അതൊക്കെയാണ് എന്ത് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അത് നമ്മുടെ സ്വഭാവം, നമ്മൾ പറയാറുണ്ട് അച്ഛന്റെ സ്വഭാവം തന്നെയാണ് അല്ലെ, അമ്മന്റെ സ്വഭാവം തന്നെയാണ്, അല്ല അമ്മന്റെ അതേ ചേലാണെന്നൊക്കെ പറയാറുണ്ട് നമ്മളോട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് അല്ലെ? ഓരോ വീടും ഓരോ സ്റ്റൈലായിരിക്കും, നമ്മൾ ഓരോ മനുഷ്യനും ഓരോ രൂപത്തിലായിരിക്കും അല്ല, അതേപോലെ ഓരോ വീട് ഒരേപോലെ ആയിരിക്കും അല്ല. അപ്പൊ വീടിന്റെ ഘട്ടം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറിയാം എങ്ങനെ ഉണ്ടാക്കണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്മാരുടെ ഓരോ ഘട്ടം എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ വീടുമായിട്ട് കണക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ബേസിക് ആയ കാര്യം എന്തെയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ സർ, മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നമ്മളുടെ മെയിൻ പാർട്ട് എന്താ, മനുഷ്യന്റെ മെയിൻ പാർട്ട് എന്താ? നമ്മൾ കെമിസ്ട്രി ചോദിക്കുകയാണെങ്കിൽ സർ നിങ്ങൾ ഉണ്ടാക്കിയ എന്തുകൊണ്ടാണ്, ആറ്റം കൊണ്ടാണെന്നൊക്കെ പറയാം. നമുക്ക് ആറ്റംസ് എല്ലാം ചെറിയ വസ്തുക്കൾ എന്താണ്, ആറ്റം ആണെന്നൊക്കെ പറയും അല്ലെ? കെമിസ്ട്രി നമ്മളെല്ലാം ചെറുതെന്താണ്, ആറ്റം. അതായത് ഇപ്പോ ഒരു കല്ല് ഞാൻ പൊടിച്ച് പൊടിയാക്കി, ആ ഓരോ പൊടികളും മനസ്സിലാൻ വേണ്ടി പറയാണ്. കറക്റ്റ് എക്സാക്ട് ആൻസർ അങ്ങനെയൊന്നും അല്ല, എന്നാലും ആ ചെറിയ ഓരോ ഡസ്റ്റ് പാർട്ടിക്കിൾ എന്താണ്, ആറ്റംസ് ആണെന്ന് പറയാം അല്ലെ? അല്ലെങ്കിൽ എന്ത് പൊടിച്ചാലും എന്തെങ്കിലും പൊടിയാ, അപ്പൊ ചെറിയ പാർട്ടിക്കിൾസ് ആണ് എന്ത്, ആറ്റംസ് നമ്മൾ പറയാറുണ്ട്. അതേപോലെ നമ്മുടെ മനുഷ്യന്മാരുടെ മെയിൻ ഭാഗം എന്താ, മനുഷ്യന്മാർ എന്താണ്, സെല്ലാണ്. മനുഷ്യണ്ടാക്കി എന്തുകൊണ്ടാണ്, സെല്ലിൽ നിന്നാണ് പഠിച്ചിട്ടുണ്ട്. സെല്ല്, കോശം അല്ലെങ്കിൽ സെല്ല് എന്ന് പഠിച്ചിട്ടുണ്ടാവും. കോശം അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? പക്ഷെ ഈ സെല്ലിന്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഈ സെല്ല് കൂടിയാണ് കുറച്ച് നമ്മളെ രൂപം ഉണ്ടാവുകയാണ്. അതായത് ഈ സെല്ല് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ വേണം. അപ്പൊ ഈ സെല്ലുള്ളിൽ കുറച്ച് ആളുകൾ ആരൊക്കെയോ ഉണ്ട്, അത് ആരൊക്കെയാണെന്നുള്ളതും ഈ സെല്ല് കൂടി ചേർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ജീവിയായിട്ട് മാറും, ഒരു ഓർഗനായിട്ട് മാറും, ഒരു ഓർഗാനിസം ആയിട്ട് മാറും. അതെങ്ങനെയാണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്, സെല്ലുകൊണ്ടാണ്, ചെറിയ സെല്ലുകൊണ്ടാണ്. ആ സെല്ല് ഉണ്ടാക്കിയത് എന്തുകൊണ്ടൊക്കെയാണെന്നാണ് പറയാൻ വേണ്ടി പോണത്. പ്ലസ് നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഈ സെല്ലുകൾ കൂടി നമ്മൾ ജീവിയാണില്ലേ, അതുമാണ് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടി പോണത്. സെറ്റാണോ? ആരുമായിട്ട് കണക്ട് ചെയ്തിട്ട്, ഒരു വീടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയാൻ വേണ്ടി പോണത്. ഹൗസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട്. കാരണം വീട് ഉണ്ടാകുന്ന ഓരോ ഘട്ടങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ വീടുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞത്. സെറ്റ് അല്ലേ? ഓക്കെ ആണ് സർ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ സെല്ലിന്റെ ഉള്ളിലുള്ള സെല്ലിനുള്ളിൽ എന്തുണ്ട്, നമ്മൾ പറഞ്ഞു ആറ്റത്തിനുള്ളിൽ എന്തുണ്ടാകും, നമുക്കറിയാം, നമ്മൾ കെമിസ്ട്രി പഠിച്ചാണ്. ആറ്റത്തിനുള്ളിൽ എന്തുണ്ടാകും, ന്യൂക്ലിയസ് എന്ന ഭാഗം ഉണ്ടാവും. അതേപോലെ സെല്ലിനുള്ളിൽ എന്തുണ്ട് മക്കളെ, ന്യൂക്ലിയസ് എന്ന ഭാഗം ഉണ്ട്. ഈ സെല്ലിനുള്ളിൽ ആരുണ്ട്, DNA. ആരുണ്ട്? DNA എന്ന സാധനം ഉണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ DNA കുറിച്ച് പഠിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ അതിന്റെ ഫുൾ ഫോം ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, എന്തുണ്ട്, DNA ഉണ്ട് മനസ്സിലാക്കുക. സെല്ലിനുള്ളിൽ ആരുണ്ട്, DNA. ഈ DNA മുതൽ നമ്മൾ എങ്ങനെയാണ് ഒരു ജീവിയായിട്ട് മാറിയത്, ഒരു ഓർഗാനിസം ആയിട്ട് മാറിയത്, ഇത് കംപ്ലീറ്റ് പഠിക്കാൻ വേണ്ടി പോവാണ്. സെറ്റ് ആണോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണ് സർ. അപ്പൊ DNA പറഞ്ഞാൽ എന്താണ്? DNA എവിടെ ഉള്ളത്, നമ്മളെ ഓരോ ചെറിയ പാർട്ട്, ഓരോ പോയിന്റ് അല്ലെ, അതാണ് സെല്ല്. നമ്മൾ ഓരോരോ ചെറിയ ഭാഗങ്ങൾ കൂട്ടിയാണ് എന്ത്,
നമ്മളായി മാറിയത്. അപ്പൊ ആ സെല്ലിന്റെ ഉള്ളിൽ ആ ഒരു എന്തുണ്ട്, ഒരു സാധനം, അതാണ് എന്ത്, DNA. അതാണ് എന്ത്, DNA. അപ്പൊ DNA നമ്മൾ ആരായിട്ട് കണക്ട് ചെയ്യാൻ മനസ്സിലാൻ വേണ്ടിയിട്ട് ആരായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞ DNA മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിക്കോളൂ. ഞാൻ അത് ഇങ്ങനെ ബയോളജി മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കാം, നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കൂലേ, നമ്മൾ ആദ്യമേ വീട് ഉണ്ടാക്കുക ചെയ്യുക അല്ല, നമുക്ക് എന്തുണ്ട്, ഒരു പ്ലാൻ ഉണ്ടാവും അല്ലെ. ഒരു ബെഡ്റൂം ഇങ്ങനെ ആയിരിക്കണം, കിച്ചൺ ഇങ്ങനെ ആയിരിക്കണം, ഹാൾ ഇങ്ങനെ ആയിരിക്കണം, ഒരു പ്ലാൻ ഉണ്ടാവും. നിങ്ങൾ കാണുന്നില്ലല്ലോ, ഇതിൽ കാണുന്നില്ലേ, ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ടാവും. ഈ പ്ലാൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീട് ഉണ്ടാക്കുക. അതേപോലെ നമ്മൾ എങ്ങനെ ആവണം, എന്റെ രൂപം എങ്ങനെയാണല്ലോ, എന്റെ കളർ ഇതാണല്ലോ, എന്റെ സ്കിന്നിന്റെ ടോൺ ഇതാണല്ലോ, പിന്നെ എന്റെ സ്വഭാവം എങ്ങനെയാണല്ലോ, അതൊക്കെ തീരുമാനിക്കുന്നത് ആരാണെന്നോ, നമ്മൾ മാസ്റ്റർ പ്ലാൻ ആരാണ്, DNA പറഞ്ഞ സാധനം ഷേപ്പ് ഇങ്ങനെയാണ്. നമ്മൾ കറക്റ്റ് ഇതിനെ കുറിച്ച് പഠിക്കൂട്ടോ. DNA ആരെ പോലെ നമ്മൾ വീട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, പ്ലാൻ വേണം. ആ പ്ലാനിൽ കറക്റ്റ് ഉണ്ടാവും ആ വീട് എങ്ങനെ ആയിരിക്കേണ്ടത് എന്നുള്ളത് ഇല്ലേ. അതേപോലെ നമ്മുടെ DNA കറക്റ്റ് ഉണ്ടാവും നമ്മൾ എങ്ങനെ ആയിരിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് DNA. ക്ലിയർ ആണല്ലോ, സെറ്റാണ് സർ, മനസ്സിലായി. അവിടെ കൊടുത്തിട്ടുണ്ട് DNA is the instruction of the book of the body, അല്ലേ, ലൈക്ക് ഹൗസ് ബ്ലൂ പ്രിന്റ്. നമ്മുടെ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, DNA ഇങ്ങനെ എഴുതി വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെ ആവേണ്ടത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് കാണാൻ പഠിക്കണം സർ, ഇത് കാണാൻ പഠിക്കൊന്നും വേണ്ട, ഇത് നമ്മുടെ ബുക്കിൽ പറയുന്നതും കൂടി ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ്. ജസ്റ്റ് ക്ലാസ് കേൾക്കുക എന്നുള്ളത് മാത്രം മതി. സെക്കൻഡ് പാർട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ അടിപൊളി എടുക്കാൻ വേണ്ടി പോവാം. ക്ലിയർ അല്ലേ, സെറ്റാണ് സർ. അങ്ങനെയാണെങ്കിൽ ഈ DNA ചെറിയ ചെറിയ ഭാഗം, DNA ഇത്രയും വലിയ ഭാഗമാണ് അല്ലെ, ഇതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ട്, ചെറിയ ഭാഗങ്ങൾ, DNA ചെറിയ ചെറിയ പാർട്ട്. അപ്പൊ DNA ഫുൾ എന്താണ്, ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണ്, നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് DNA. പക്ഷേ ആ DNA ഓരോ ഭാഗത്തു നിന്നുണ്ടാകും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇത് മൊത്തം പ്ലാൻ ആണ്, വീട് എങ്ങനെ ഉണ്ടാവണം എന്നില്ല, നമ്മൾ പറയില്ല ഇവിടെ വീട് എങ്ങനെ ഉണ്ടാവണമെന്നില്ല, മൊത്തം പ്ലാൻ ആണ്. പക്ഷേ ഒരു വീടിന്റെ ബെഡ്റൂം എങ്ങനെ ആകണമെന്നില്ല ചെറിയ പാട്ടിൽ പറയുന്നില്ലേ, ഒരു റൂമിന്റെ കിച്ചൺ എങ്ങനെ ആണെന്നില്ല ചെറിയ പാട്ടിൽ പറയുന്നില്ലേ. അതേപോലെ നമ്മൾ മനുഷ്യൻ എങ്ങനെയാണെന്ന് DNA പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചെവി എങ്ങനെ ആയിരിക്കണം ചെറിയ പാട്ടിൽ പറയുന്നുണ്ടാവും, നമ്മുടെ മൂക്ക് എങ്ങനെ ആയിരിക്കണം ചെറിയ പാട്ടിൽ പറയുന്നുണ്ടാവും, നമ്മുടെ സ്കിൻ ടോൺ എങ്ങനെ ആയിരിക്കണം ചെറിയ ചെറിയ പാട്ടിൽ പറയുന്നുണ്ടാവും. ഏതുപോലെ, ഇതേപോലെ ചെറിയ ചെറിയ പാട്ടിൽ പ്ലാനിൽ പറയുന്ന പോലെ. അപ്പോ ആ ചെറിയ പാട്ടിനെ വിളിക്കുന്ന പേരാണ് എന്തെങ്കിലും അറിയോ, ജീൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താണ് ജീൻ. ജീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റൂം ഡിസൈനുമായിട്ട് സങ്കല്പിക്കണം. അതായത് നമ്മൾ വീടാണെന്നുണ്ടെങ്കിൽ വീടായിട്ട് കണക്ട് ചെയ്യാൻ കേട്ടോ, എക്സാമ്പിൾസ് മാത്രമാണ്, വേറെ ഒന്നും അല്ലേ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരായിട്ട് കണക്ട് ചെയ്യാണ്, ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ജീൻ പറഞ്ഞ DNA ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആണ്, മൊത്തത്തിൽ ഇൻസ്ട്രക്ഷൻസ് അല്ല, ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ്. ഈ ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത്, നമ്മുടെ ഓരോ ഭാഗം, നമ്മുടെ ബോഡി പാർട്ട് എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ചെവി എങ്ങനെ, നമ്മുടെ കണ്ണിന്റെ കളർ, നമ്മുടെ തൊലിന്റെ കളർ എങ്ങനെ, കണ്ണെങ്ങനെ എന്നുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ എങ്ങനെ, ബെഡ്റൂം എങ്ങനെ ആയിരിക്കണം, കിച്ചൺ എങ്ങനെ ആയിരിക്കണം, നമ്മൾ എന്ത് ചെയ്യും പ്ലാനിൽ പറയില്ലേ, സെപ്പറേറ്റ് പറയില്ലേ, അതുപോലെ. ക്ലിയർ ആണല്ലോ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ജീൻ. ഇവിടെ പറയുന്നുണ്ട് ജീൻ എന്ന് പറഞ്ഞാൽ DNA ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്താണ്, ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആണ്, ഓരോ റൂമിന്റെ ഡിസൈൻ പോലെ. ക്ലിയർ ആണല്ലോ, ഒരു മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ DNA ഉണ്ട്, DNA ചെറിയ ചെറിയ DNA ഫുൾ ഇൻസ്ട്രക്ഷൻസ്, നമ്മുടെ ബോഡി എങ്ങനെ ആവണം, നമ്മുടെ ശരീരം എങ്ങനെയാണ്, നമ്മുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കുന്നത് കറക്റ്റ് പറയാം, എഴുതി വെച്ചൊരു പ്ലാൻ ആണ്. ആ പ്ലാന്റെ ഓരോ ഭാഗം നമ്മൾ ഓരോ പാർട്ട് എങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ ഓരോ ഭാഗത്തിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഭാഗം കൊടുക്കുന്ന പേരാണ് എന്ത്, ജീൻ. അപ്പോ നമ്മൾ DNA ഷേപ്പ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ഭാഗത്തിൽ എഴുതി വെച്ച സാധനമാണ് എന്ത്, പാർട്ട് ഓഫ് DNA ആണ് എന്ത്, ജീൻ എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണോ? ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി, കാരണം എന്താ വെച്ചാൽ ഒരു ബേസിക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. സെറ്റ് ആണല്ലോ മക്കളെ, ഓക്കെ അല്ലേ? ഓക്കെ ആണ് സർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് റൈബോസോം? ഈ ശ്രദ്ധിക്കട്ടോ, ഈ ജീനാണ് ശരിക്കും ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് കൊടുക്കുന്നത് അല്ലേ, ജീനാണ് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് പറയാനുള്ള കാരണം, നമ്മള് വീടുണ്ടാക്കുമ്പോൾ ബെഡ്റൂം എങ്ങനെ ആയിരിക്കണം, കിച്ചൺ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറയണില്ലേ, അതേപോലെ ജീന് പറഞ്ഞു കൊടുക്കുകയാണ്. ജീൻ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ പോവാണ് കറക്റ്റ്, ഓരോ ഭാഗം എങ്ങനെ ആയിരിക്കണം കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് പോവാണ്. എങ്ങോട്ടാ പോകുന്നു? റൈബോസോമിലേക്ക്. റൈബോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫാക്ടറിയാണ്, ഒരു സ്ട്രക്ചർ ഓഫ് റൈബോസോം കണ്ടിട്ടുണ്ടാവും, ഒരു ഫാക്ടറിയാണ് റൈബോസോം. നമ്മളെ സെല്ലുള്ളിലെ ഭാഗമാണ് റൈബോസോം. ഈ റൈബോസോമിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മനസ്സിലായിക്കോളൂ. ഇതാ റൈബോസോമിനെ ഇങ്ങോട്ട് വരക്കുന്നുണ്ട്. ഈ റൈബോസോം ഇങ്ങനെയാണെങ്കിൽ ഈ റൈബോസോമിൽ ജീന്ന് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് വരും, ഓരോ ബോഡി പാർട്ട് എങ്ങനെ ആവണം എന്നുള്ളത്. നമ്മളെ അല്ലെ, മൂക്ക് ഇങ്ങനെ ആയിരിക്കും, നമ്മുടെ കളർ എങ്ങനെ ആയിരിക്കും, നമ്മുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കും, കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് പോകും. അതിനനുസരിച്ച് റൈബോസോം നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെന്ന് നോക്കണം,
എന്താണ് ഇതില് റൈബോസം വർക്കേഴ്സ്. നമ്മൾ വീട്ടിലെ വീടുണ്ടാകും പണിക്കാർ വരുമല്ലോ, പണിക്കാർ ഇതവിടെ പണിക്കാർ. നമ്മൾ റൈബോസം ആരുടെ കണക്ട് ചെയ്തിട്ടുള്ളത്? വീട്ടിലെ വീടുണ്ടാക്കുമ്പോൾ വർക്കേഴ്സിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് ഈ റൈബോസോമിലേക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് വരും. നമ്മളെ വീടിന്റെ പ്ലാൻ ഉണ്ടല്ലോ, അതേപോലെ റൈബോസോമിലേക്ക് എന്ത് ചെയ്യും? ജീനിന്ന് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് വരും ഓരോ ഭാഗനാണ്ട്. അതിനനുസരിച്ച് നമ്മളെ റൈബോസോമില് എന്ത് നടക്കും? നമ്മുടെ പ്രോട്ടീൻസ് ഉണ്ടാക്കും. എന്തുണ്ടാക്കും? പ്രോട്ടീൻസ്. ശ്രദ്ധിക്കുക, എന്തുണ്ടാക്കും? പ്രോട്ടീൻസ് ഉണ്ടാക്കും. ഈ പ്രോട്ടീൻ ആണ് നമ്മുടെ സെല്ല്. പ്രോട്ടീൻ ആണ് എന്ത്? നമ്മുടെ സെല്ല്. പ്രോട്ടീൻ ആണ് എന്തുണ്ടാക്കുന്നത്? സെല്ലായിട്ട് മാറുന്നത്. അപ്പോ എങ്ങനെയാണ് റൈബോസോം പ്രോട്ടീൻ? റൈബോസോം എന്താണ്? റൈബോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വർക്കേഴ്സ് പോലെയാണ്. അവിടെ എന്താണ്? ഒരു ഫാക്ടറി പോലെയാണ്. അവിടെ വർക്ക് എടുക്കുകയാണ്. എന്തൊക്കെയാ പ്രോട്ടീൻ ഉണ്ടാണ്? എന്തൊക്കെയാ വേണമെന്നോ? നമ്മൾ എന്താ ഉണ്ടാക്കണം? റൈബോസോമിൽ വെച്ചിട്ട് പ്രോട്ടീനെ മെയ്ക്ക് ചെയ്യാണ്. പക്ഷെ ഈ പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? റൈബോസോം മെയ്ക്ക് പ്രോട്ടീൻ എന്നാ പറയുന്നത്. ലൈക്ക് വർക്കേഴ്സ് ബിൽഡിംഗ് ഹൗസ് അല്ലെ, നമ്മളെ വീട്ടിലെ വർക്കേഴ്സ് പോലെ. പക്ഷെ പ്രോട്ടീൻ ഉണ്ടാകുന്നെങ്കിൽ റൈബോസോമിക്ക് എന്ത് വേണം? പ്രോട്ടീൻ ഉണ്ടാകാൻ എന്ത് വേണം? വെറുതെ പ്രോട്ടീൻ ഉണ്ടാവില്ല. അതിന് വേണ്ട സാധനമാണ് അമിനോ ആസിഡ്സ്. എന്താണ്? അമിനോ ആസിഡ്. അതായത് അമിനോ ആസിഡ് പറഞ്ഞ ബ്രിക്സ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ നോക്കിക്കോളൂ, നമ്മൾ കുട്ടികൾ കളിക്കുന്ന കട്ട അല്ലെ, ബോക്സ് അല്ലേ, ചെറിയ ചെറിയ ബ്ലോക്ക്. ഈ ബ്ലോക്കുകൾ, ഈ അമിനോ ആസിഡ്സ് നമ്മളെ ശരീരത്തിൽ ഡിഫറെന്റ് ടൈപ്സ് കുറേ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അമിനോ ആസിഡ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് അമിനോ ആസിഡ്സ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്. ഓരോ അമിനോ ആസിഡ്സും ഓരോ സ്റ്റൈലാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? ഈ അമിനോ ആസിഡ്സിന്റെ ബ്ലോക്ക് നമ്മൾ ഓരോ ലെവലിൽ വെച്ചാൽ എന്ത് ചെയ്യും? ഇത് അമിനോ ആസിഡിന്റെ ബ്ലോക്ക് അല്ല, നമ്മൾ ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഓരോ ഷേപ്പിൽ വെച്ച് ഓരോ രൂപം കിട്ടൂലേ? അതേപോലെ അമിനോ ആസിഡ്സ് ഓരോ രീതിയിലും അറേഞ്ച് എന്ത് ചെയ്യും? ഓരോ രൂപം പോലെ കിട്ടും. അതാണ് പറയാൻ വേണ്ടി പോണത്. നോക്കിക്കോളൂ, അമിനോ ആസിഡ്സ് ആർ ബിൽഡിംഗ് ബ്ലോക്ക്. ഇവിടെ ബ്ലോക്കാണ് ലൈക്ക് ബ്രിക്സ് പോലെ. ഇത് ഓരോ ഷേപ്പിൽ അമിനോ ആസിഡ്സിനെ നമ്മൾ അമിനോ ആസിഡ്സ് ബ്രിക്കായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ ഓരോ കോലത്തിൽ വെച്ച് എന്ത് ചെയ്യും? ഓരോ ഷേപ്പായിട്ട് മാറും. അത് ആരാ എവിടെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്? റൈബോസോമിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടുണ്ടാക്കുന്നത്? റൈബോസോമിൽ വെച്ചിട്ടാണ്. ഇത് ക്ലിയർ ആണോ? റൈബോസോമിൽ വെച്ചിട്ട്, അത് റൈബോസോംസ് ഒരു ഫാക്ടറിയാണ്. അവിടെ കുറെ പണിക്കാരുള്ളവർക്ക് ആലോചിക്കുക, അവിടേക്ക് ജീന് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഇങ്ങനെ ആയിരിക്കണം ബോഡി പാർട്ട്, ഇങ്ങനെ ആയിരിക്കണം കണ്ണ്, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്കിൻ ടോണ്, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്വഭാവം. കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അതിനനുസരിച്ച് അമിനോ ആസിഡ് വെച്ചിട്ട് എന്തുണ്ടാക്കും? പ്രോട്ടീൻസ് ഉണ്ടാക്കും. അപ്പൊ സർ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്ട്രക്ചർ ആയിട്ട് കണക്കാക്കാം. നമ്മുടെ ബോഡിന്റെ സ്ട്രക്ചർ. അപ്പൊ ബോഡിന്റെ സ്ട്രക്ചർ, നമ്മൾ ഈ കോലം, നമ്മൾ ഈ രൂപം, നമ്മൾ ഈ സ്വഭാവം ഒക്കെ നോക്കുന്നത് ആരാണ്? പ്രോട്ടീൻസ് ആണ്. ആരെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത്? ജീനാണ്. അപ്പൊ പ്രോട്ടീൻസ് ഫ്രം ബോഡി സ്ട്രക്ചർ ലൈക്ക് വാൾ. നമ്മൾ എന്ത് ചെയ്യും? ഈ ബ്രിക്ക് വെച്ച വാളിന്റെ ഒരു സ്ട്രക്ചറായി വരില്ലേ? നമ്മൾ ചുമരിങ്ങനെ തറക്കെട്ട് ചുമരിങ്ങനെ പൊങ്ങൂലേ അല്ലേ? അതായത് നമ്മുടെ വാള്. യെസ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു? ജീന് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് പോയി ഇല്ലേ? ജീൻ എന്ത് ചെയ്തു? കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് പോയി. ഇൻസ്ട്രക്ഷൻസ് പോയതിനു ശേഷം അമിനോ ആസിഡ് വെച്ചിട്ട് റൈബോസോം വെച്ചിട്ട് എന്ത് ചെയ്തു? നമ്മള് പിന്നെ അതിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാക്കി. ആ സ്ട്രക്ചർ ആണ് എന്ത്? പ്രോട്ടീൻ. അപ്പൊ ഈ പ്രോട്ടീൻ ആലോചിച്ച് നോക്കുക. പ്രോട്ടീന് ഓരോരുത്തരും എന്ത് ചെയ്യാണ്? ഓരോ ലെവലിൽ പ്രോട്ടീൻ ഉണ്ടാവും ഓരോരുത്തരും അല്ലെ? കാരണം ആരെ ജീനിന്ന് ഇൻസ്ട്രക്ഷൻസ് പോയ പോലെയാണ് എന്ത് ചെയ്യുക? പ്രോട്ടീൻ എന്ത് ചെയ്യുക? ഓരോ ലെവലിൽ സ്ട്രക്ചർ ചെയ്യാം അല്ലെ? ഓരോ ലെവലിൽ അതിന്റെ ഘടന ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെയാണ് സർ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നോക്കിക്കോളൂ, നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് സർ? ഫസ്റ്റ് DNA ഉണ്ട്. DNA എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താണ്? നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ആണ് എഴുതി വെച്ച്. അതിന്റെ ഓരോ ഭാഗങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് അറിയണ ആരാണിത്? ജീന്. ആ ജീനാണ് എന്ത് ചെയ്യുക? റൈബോസോമിലേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അല്ലെ? റൈബോസോമിലേക്ക് എന്ത് ചെയ്യുക? ഇവിടെ കൊടുത്തിട്ടുണ്ട്, റൈബോസോമിലേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. റൈബോസോമിലേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഈ റൈബോസോമിലേക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? റൈബോസോം ഒരു ഫാക്ടറി പോലെ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അവിടെ എന്തുണ്ട്? അമിനോ ആസിഡ്സ് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. അമിനോ ആസിഡ് ബ്ലോക്ക് പോലെ, കുട്ടികൾ കളിക്കുന്ന ബ്ലോക്ക് പോലെ കാണിച്ചു. അത് പല രൂപത്തിൽ പല സ്ട്രക്ചറിൽ കിട്ടും. അമിനോ ആസിഡിനെ പിടിച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് ആളുകളും പിടിച്ചിട്ട് എന്തുണ്ടാക്കും? പ്രോട്ടീൻസ് ഉണ്ടാക്കും. ഈ പ്രോട്ടീൻസ് ആണ് എന്തായിട്ട് മാറുന്നത്? സെല്ലായിട്ട് മാറുന്നത്.
അപ്പൊ ഈ സെല്ലിൽ ഒരു പ്രോട്ടീൻ നമ്മളെ സ്വഭാവം, നമ്മുടെ മുടി എങ്ങനെ, നമ്മളെ കളർ എങ്ങനെ, ഫുള്ള് അവിടെ ഉണ്ടാകും, നമ്മളെ പ്രോട്ടീൻ വഴി ഉണ്ടാകും. ഈ പ്രോട്ടീനാണ് എന്തായിട്ട് മാറുന്നത്? സെല്ലായിട്ട് മാറുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എല്ലാവരുടെ സെല്ലും ഒരേപോലെ ആയിരിക്കും? ഇല്ല. എല്ലാവരുടെ സെല്ലും എല്ലാവരുടെ കോശം ഒരേപോലെ ആയിരിക്കൂല. എല്ലാവരുടെ കോശം ഒരേപോലെ കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ സ്വഭാവം, ഒരേ സ്ട്രക്ചറും ഒരേ ബോഡി ഷേപ്പ് ഒക്കെ അല്ലേ ഉണ്ടാവുക? അങ്ങനെയാണോ? ഓരോ മനുഷ്യനും വ്യത്യാസമല്ലേ ഉണ്ട് സർ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ സെല്ലൊക്കെ കിട്ടുന്നത്? നമുക്ക് നമ്മളെ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടണം. നമ്മൾ പഠിക്കും, ചാപ്റ്ററിൽ പഠിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? അപ്പൊ ഇത് കോശം. കോശം പറഞ്ഞാൽ എന്താണ്? കോശം എന്നത് എന്താടാ? സെൽ ഈസ് എ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ആൾ ലിവിംഗ് ഓർഗാനിസം മേഡ് അപ്പ് ഓഫ് സെൽ മേഡ് അപ്പ് ഓഫ് അത് എ സെൽ ഓഫ് ദ സ്മാളസ്റ്റ് യൂണിറ്റ്. സെൽ എന്താണ്? ചെറിയ യൂണിറ്റ് ആണ്. ഓഫ് ഓൾ ലൈഫ് ഓഫ് ഓൾ ലിവിംഗ് ഓർഗാനിസം. ക്ലിയർ ആണല്ലോ? കോശം എന്ന ജീവന്റെ ചെറിയ ഘടകമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗവും കോശം കൊണ്ടാണ് എന്ത് ചെയ്യുക? നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് സെൽ ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ദി ലൈഫ് ഓൾ ലിവിംഗ് ഓർഗാനിസം മേഡ് അപ്പ് ഓഫ് സെൽസ്. അങ്ങനെയാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? കോശം എന്ന ജീവന്റെ ചെറിയ ഘടകമാണ്. നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗവും ഉണ്ടാക്കിയതാണ് കോശം കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ശരീരം ഉണ്ടാക്കിയതാണ് എല്ലായിടത്തും എന്തുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീൻ ആണ് സെല്ലായിട്ട് മാറുന്നത് അല്ലേ? ആ സെല്ലുകൾ ഇങ്ങനെ വെച്ചിട്ടാണ് എന്ത് നമ്മള് കോല ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സെറ്റാണോ? ഓക്കെ ആണ് സർ. അങ്ങനെയാണെങ്കിൽ എന്താണ് ടിഷ്യൂ? കല എന്ന് പറയും മലയാളത്തിൽ അല്ലെ? കല. എന്താ കല പറഞ്ഞാല്? ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സെല്ലുകൾ, നമ്മൾ കെമിസ്ട്രി പറയാറുണ്ട്, കുറെ ആറ്റങ്ങൾ കൂടി ചേർന്നാണ് മോളിക്യൂൾ തന്മാത്ര പറയുന്നത്. അതേപോലെ കുറെ ടിഷ്യൂകൾ കുറെ സെല്ലുകൾ ചേർന്നാണ് എന്ത് ടിഷ്യൂ അല്ലെങ്കിൽ കല എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മൾ ബ്ലഡ്, മസിൽ ടിഷ്യൂ ഒക്കെ എന്താണ്? അതിന്റെ എക്സാമ്പിൾ ആണ്. സെറ്റ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഓർഗൻ? അടുത്തതിന് ഓർഗൻ ആയിട്ട് മാറും. ടിഷ്യൂകൾ ഇങ്ങനെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ, കലകൾ ഇങ്ങനെ കൂടി എന്ത് ചെയ്യും? ഒരു ഓർഗൻ ആയിട്ട് മാറും. അതായത് നമ്മുടെ സെല്ല് ഇങ്ങനെ കൂടി ചേർന്ന് എന്തായിട്ട് മാറി? നമ്മൾ വിളിച്ചു ടിഷ്യൂ ആണെന്ന് വിളിച്ചു. ഈ ടിഷ്യൂ എന്ത് ചെയ്യും? ഓരോ ഷേപ്പിൽ ഇങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ ഓരോ ഭാഗമായിട്ട് മാറും, ഓരോ അവയവമായിട്ട് മാറും. ഈ അവയവമാണ് ഓർഗൻ എന്ന് പറയാം. ഓർഗൻ ഈസ് മേഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് ടിഷ്യൂ വർക്കിംഗ് ടുഗദർ. ഒരുപോലത്തെ ഒരേ ടിഷ്യൂസ് വർക്ക് ചെയ്തിട്ടുണ്ടായതാണ് എന്ത്? നമ്മുടെ അവയവം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇട്ട് ഹാർട്ട്, ബ്രെയിൻ, സ്റ്റോമക്ക് ഒക്കെ ഓരോ സെല്ലുകൾ കൂടി എന്ത് ചെയ്തു? ഓരോ ടിഷ്യൂസ് ആയിട്ട് മാറി. പിന്നെ എന്ത് ചെയ്തു? ആ ടിഷ്യൂ കൂടിയാണ് എന്ത് ചെയ്ത്? അവയവമായിട്ട് മാറി. അതായത് ഹാർട്ട്, ബ്രെയിൻ, സ്റ്റോമക്ക്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ ഭാഗം ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഓരോ ഭാഗത്തിനുള്ളിൽ എന്തുണ്ട്? സെല്ലുണ്ട്. അതിനുള്ളിൽ ആരുണ്ട്? ഡി എൻ എ ഉണ്ട്. മനസ്സിലാക്കണം. ഡി എൻ എ ആണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. എന്നിട്ട് എന്താണ്? റൈബോസോമിൽ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഹാർട്ടൊക്കെ ഉണ്ടാവണം. മനസ്സിലാക്കണം. അപ്പൊ നമ്മളെ ഹാർട്ടിന്റെ കോല എങ്ങനെ ആയിരിക്കണം? ഒക്കെ ആര് ഡി എൻ ആണ് കൊടുക്കുന്നത്? എങ്ങനെയായിരിക്കണം എന്നുള്ളത്. നമ്മുടെ ബ്രെയിൻ എങ്ങനെയായിരിക്കണം? ആരാ കൊടുക്കുന്നത്? ഡി എൻ ആണ് കൊടുക്കുന്നത്. സെറ്റാണോ? ഓക്കെ സർ, സെറ്റാണ്. മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ അവയവ വ്യവസ്ഥ എന്താണ്? എടാ, നമ്മള് ഈ ഓർഗൻസ് കൂടിക്കഴിഞ്ഞാല്, മൊത്തം ഓർഗൻസും കൂടിക്കഴിഞ്ഞാല്, മൊത്തം അവയവം കൂടി എന്ത് ചെയ്യും? ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യില്ലേ? അതായത് നോക്കിക്കോളൂ, ഇപ്പോ ഒന്നിലധികം അവയവങ്ങൾ കൂടി ചേർന്നത് അവയവ വ്യവസ്ഥ. അതായത് നമുക്ക് ശ്വാസം എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ, ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മൾ മനസ്സിലാവും. റെസ്പിറേറ്ററി സിസ്റ്റം വരാം. അതൊരു എന്താണ്? അവയവ വ്യവസ്ഥയാണ്. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ശ്വാസം അല്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നത്? നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് പിന്നെ ഓക്സിജൻ വേണം ശ്വസിക്കണമെങ്കിൽ. ഓക്സിജൻ വന്നു, ലങ്സ് പോയി ഓക്സിജൻ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ശ്വാസം എടുക്കുകയാണ്, ഒരു വീടിന് പുറത്തേക്ക് വിടുകയാണ്. ഇതിനൊക്കെ പുറത്ത് കൂടി ആരുമാണ്? മൂക്ക് വേണം. എടുക്കുന്ന ആരുമാണ്? ലങ്സ് വേണം. അപ്പൊ കുറെ അവയവങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്, സിസ്റ്റം ഉണ്ടായത്. നമ്മൾ ശ്വാസം എടുക്കാൻ നമുക്ക് ലങ്സ് മാത്രം മതിയോ? നമ്മുടെ ശ്വാസകോശം മാത്രം മതിയോ? അല്ല, നമുക്ക് ലങ്സ് മാത്രം മതിയോ? പോരാ. നമുക്ക് മൂക്ക് വേണ്ടേ? വിടണമെങ്കിൽ മൂക്ക് വേണ്ടേ? അപ്പൊ രണ്ട് അവയവങ്ങൾ ഇവിടെ കുറെ ഭാഗങ്ങൾ കൂടി ചേർന്നില്ലേ? അതാണ് നമ്മുടെ ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ അവയവ വ്യവസ്ഥ. ഒക്കെ എല്ലാം കൂടിയ സിസ്റ്റം. മനസ്സിലായല്ലോ? ഓക്കെ സർ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് പിന്നെ അതൊക്കെ പാടും. ഈ ഓർഗൻ സിസ്റ്റം കുറെ ഉണ്ട്. നമുക്ക് ശ്വാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് പോണില്ലേ? അത് വേറെ സിസ്റ്റം ആണ്. ഈ എല്ലാ സിസ്റ്റവും കൂടിയാണ് ഒരു ജീവിയായിട്ട് മാറുന്നത് അല്ലേ? ആണ്. an organism is a complete living being made up of a all organ system. എല്ലാ വ്യവസ്ഥയും കൂടി ചേർന്നാണ് ജീവി. ഹ്യൂമൻ ആയിട്ട് മാറുന്നത്, ഡോഗ് ആയിട്ട് മാറുന്നത്, ട്രീ, എല്ലാം പിന്നെ മനുഷ്യന്മാർ മാത്രമല്ല, പിന്നെ നമ്മളെ ഇതും അങ്ങനെയാണ്. നമ്മുടെ പ്ലാന്റും അങ്ങനെ, ട്രീ അങ്ങനെ തന്നെയാണ്. സെല്ല്, ടിഷ്യൂ, ഓർഗനാണ് ലീഫായിട്ട് സങ്കല്പിക്കുക. ഈ ഓർഗൻസ് കൂടിയാണ് ഓർഗാനിസ് ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ഒരു ജീവി ഉണ്ടാവുന്നത്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എന്നാണ് എന്ത് ചെയ്യും? ഇനി നമ്മുടെ ചാപ്റ്ററിലേക്കാണ് പോവുക. ചാപ്റ്റർ അടിപൊളിയായിട്ട് മനസ്സിലാവും.
ഓക്കെ അല്ലേ? നിങ്ങളെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ലാസ്റ്റ് ഇതിലൊന്ന് ടൈപ്പ് ചെയ്ത് ഇടണം. കമന്റ് ബോക്സിൽ എന്തായാലും ഇടണം ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ അല്ലേ? താങ്ക് യു.